ഇന്ത്യ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു വൻ ശക്തിയായി വളരുകയാണ്. സാമ്പത്തികമായും സൈനികമായും നമ്മൾ കുതിച്ചുയരുമ്പോൾ പാശ്ചാത്യ ലോകവും ചില അന്താരാഷ്ട്ര ശക്തികളും ഭയത്തോടെയാണ് ഇന്ത്യയുടെ ഈ വളർച്ചയെ നോക്കിക്കാണുന്നത്. പക്ഷേ ഇന്ത്യയെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പായപ്പോൾ നമ്മളെ അകത്തു നിന്നും തകർക്കാൻ ചില ശക്തികൾ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിലും പാർലമെന്റ് പരിസരത്തും കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ പാറ്റകൾ എന്ന പേരിൽ ഒരു കൂട്ടം യുവാക്കൾ നടത്തിയ പ്രക്ഷോഭം ഡൽഹിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സ്കൂൾ കുട്ടികളും യുവാക്കളും അടക്കം പതിനായിരങ്ങൾ തെരുവിലേക്ക് ഇറങ്ങി അതീവ സുരക്ഷാ മേഖലകളിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അത് വെറും ഒരു പ്രക്ഷോഭമായി കാണാനാകുമോ? അതോ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും കണ്ടതുപോലെയുള്ള ഭരണകൂടങ്ങളെ അട്ടിമറിക്കുന്ന വിദേശ നിർമ്മിത ഓറഞ്ച് വിപ്ലവത്തിന്റെ ഒരു ഇന്ത്യൻ പതിപ്പാണോ ഇത്? ജോർജ് സോറോസിനെ പോലെയുള്ള ഇന്ത്യ വിരുദ്ധ ലോബികൾ ഇതിന് പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടോ? വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങളെ മറയാക്കി ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ അപകടത്തിലാക്കാൻ ആരെങ്കിലും പദ്ധതിയിടുന്നുണ്ടോ? കൃത്യമായ ഡാറ്റകളുടെയും അന്താരാഷ്ട്ര രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഒരു വിശകലനം നമുക്ക് നടത്താം. കഴിഞ്ഞ ഒരു മാസമായി അഭിജിത് ദീപ്കെ എന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സത്യാഗ്രഹം നടന്നു വരികയായിരുന്നു. തുടക്കത്തിൽ വളരെ കുറച്ചുപേർ മാത്രമുണ്ടായിരുന്ന ഈ സമരത്തെ അധികൃതരും പൊതുജനങ്ങളും അവഗണിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് എല്ലാവരുടെയും കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്നതായിരുന്നു. പെട്ടെന്ന് പതിനായിരക്കണക്കിന് യുവാക്കളും സ്കൂൾ വിദ്യാർത്ഥികളും അടങ്ങുന്ന വൻ ജനക്കൂട്ടം ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി. പാർലമെന്റ് മന്ദിരത്തിന്റെ തൊട്ടടുത്തേക്ക് വരെ ഈ ജനക്കൂട്ടം ഇരച്ചെത്തി. പോലീസിന് കണ്ണീർവാതകവും ജലപീരങ്കിയും പ്രയോഗിക്കേണ്ടി വന്നു. 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കർഷക പ്രക്ഷോഭത്തിന് ശേഷം ഡൽഹി നഗരം ഇതുപോലെ സ്തംഭിക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷേ ഇവിടെ ഉയരുന്ന ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു മാസമായി ആളില്ലാതിരുന്ന ഒരു സമരത്തിലേക്ക് പെട്ടെന്ന് എങ്ങനെയാണ് പതിനായിരങ്ങൾ ഇരച്ചെത്തിയത്? ഇതിന് പിന്നിൽ കേവലം വിദ്യാർത്ഥി രോഷം മാത്രമാണോ അതോ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ? 21ാം നൂറ്റാണ്ട് ഇന്ത്യയുടേതാണെന്ന് ലോകം ഒന്നടങ്കം സമ്മതിച്ചതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യ വിഭവശേഷി ഇന്ത്യയിലാണ്. നമ്മുടെ തലമുറയെ കൃത്യമായി ട്രെയിൻ ചെയ്യിക്കുന്നതും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയും അതുകൂടി ചെയ്തു കഴിഞ്ഞാൽ ലോകത്തിലെ 1-ാം നമ്പർ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറും. ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവിടെ ആവശ്യത്തിന് മനുഷ്യ വിഭവശേഷി ഇല്ല എന്നതാണ്. അമേരിക്കയിലെയും യൂറോപ്പിലെയും പ്രധാന മേഖലകൾ നിലനിൽക്കുന്നത് ഇന്ത്യക്കാരായ വിദഗ്ധരെ കൊണ്ടാണ്. ഇന്ത്യ സാമ്പത്തികമായി ശക്തമായി കഴിഞ്ഞാൽ വിദേശത്തുള്ള ഇന്ത്യക്കാർ കൂട്ടത്തോടെ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്തും. ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന ഇന്ത്യയെ തളർത്താൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്, സംശയം വേണ്ട. ജോർജ് സോറോസിനെ പോലെയുള്ള കോടീശ്വരന്മാർ ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ കോടികൾ ഒഴുക്കുന്നു എന്നത് വെറും ഒരു ആരോപണമല്ല. സോഷ്യൽ മീഡിയ പ്രൊപ്പഗണ്ട അൽഗോരിതങ്ങളിലൂടെ പുതിയ തലമുറയെ ഇത്തരം പ്രക്ഷോഭങ്ങളിലേക്ക് ആകർഷിക്കുകയാണ് ചെയ്യുന്നത്. അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും ഒക്കെ ഉണ്ടായതുപോലെ ഇന്ത്യയിലും ഒരു ആഭ്യന്തര കലാപം സൃഷ്ടിച്ച് ഇന്ത്യയുടെ വളർച്ച തടസ്സപ്പെടുത്താനാണ് വിദേശ ശക്തികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതേസമയം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കൊപ്പം തന്നെ സത്യസന്ധമായ വസ്തുതകളും നമ്മൾ കാണണം. സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയും വീഴ്ചകളുമാണ് ശത്രുക്കൾക്ക് ഒരു മുതലെടുക്കാനുള്ള അവസരമൊരുക്കിയത്. അതെങ്ങനെയെന്നല്ലേ നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. സമരക്കാർ പ്രധാനമായിട്ടും 3 ആവശ്യങ്ങളാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. ഒന്ന്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ പെരുവഴിയിലാക്കിയ നീറ്റ് പരീക്ഷാ ചോർച്ചയും തുടർച്ചയായ പരീക്ഷാ ക്രമക്കേടുകളും വലിയ അനീതി തന്നെയാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി റെയിൽവേ അപകടത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ച മാതൃകയിലുള്ള രാജ്യമാണിത്. പരീക്ഷ തട്ടിപ്പ് ഉയർന്നു വന്നപ്പോൾ തന്നെ വിദേശ ശക്തികൾക്ക് മുതലെടുക്കാൻ അവസരം കൊടുക്കാതെ സർക്കാർ നടപടി എടുക്കേണ്ടതായിരുന്നു. രണ്ടാമത്, സോനം വാങ്ചുക്കിനെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുക. ലഡാക്കിന്റെ വികസനത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ വിഷയം കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. അതുപോലെ നഷ്ടപരിഹാരം. പരീക്ഷാ ക്രമക്കേടുകൾ കാരണം ജീവൻ എടുക്കേണ്ടി വന്ന വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക. അപ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്ന വിദ്യാർത്ഥികളുടെ രോഷം ന്യായമാണ്. എന്നാൽ ഈ ന്യായമായ ആവശ്യങ്ങളുടെ മറവിൽ ദേശവിരുദ്ധ ശക്തികൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നത് തന്നെയാണ് വരാനിരിക്കുന്ന വലിയ അപകടം. സൂചി കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ പാടില്ല. കഴിഞ്ഞ 30 ദിവസം ഈ പ്രക്ഷോഭത്തെ പൂർണ്ണമായും അവഗണിച്ചത് വലിയ അബദ്ധമായി പോയി. അതായത് ഒരു തരത്തിൽ നോക്കുമ്പോൾ ഇന്ത്യ സാമ്പത്തികമായി കുതിച്ചുയരുന്ന ഈ ഒരു നിർണായക ഘട്ടത്തിൽ വിദേശ രാജ്യങ്ങൾക്ക് നമ്മുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ ഒരിക്കലും അവസരം ഒരുക്കി കൊടുക്കരുത്. തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കാനും ഭരണകൂടം തയ്യാറാകണം.
അതോടൊപ്പം തന്നെ ഈ പ്രക്ഷോഭത്തിന്റെ മറവിൽ ഇന്ത്യയിൽ അരാജകത്വം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അന്താരാഷ്ട്ര ഏജന്റുകളെയും വിദേശ ധനസഹായം കൈപ്പറ്റുന്ന ശക്തികളെയും തിരിച്ചറിഞ്ഞ് ശക്തമായി തടയുകയും വേണം. നമ്മുടെ രാജ്യം നിർണായകമായ ഒരു ചരിത്രസന്ധിയിലാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഒരു വശത്ത് വികസിത ഭാരതം എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ കുതിച്ചുയരുമ്പോൾ മറുവശത്ത് അസ്വസ്ഥരായ വിദേശ ശക്തികളും ശത്രു രാജ്യങ്ങളും നമ്മുടെ ആഭ്യന്തര സമാധാനം തകർക്കാനായി സദാസമയം അവസരം പാർത്തിരിക്കുകയാണ്. ഒരു തക്കം പാർത്തിരിക്കുകയാണ് അവരെല്ലാം. ലോക സാമ്പത്തിക ശക്തികളുടെ പട്ടികയിൽ 3-ാം സ്ഥാനത്തേക്ക് ഇന്ത്യ അടുക്കുമ്പോൾ പാശ്ചാത്യ വിപണികളെയും ആഗോള വ്യവസായങ്ങളെയും നിയന്ത്രിക്കുന്ന പല ശക്തികൾക്കും അത് അസഹനീയമായി തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഭാവി സുരക്ഷിതമാക്കാൻ നമ്മുടെ പരീക്ഷാ സംവിധാനങ്ങളിൽ പൂർണ്ണ സുതാര്യത കൊണ്ടുവരേണ്ടതും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ എടുക്കേണ്ടതും ഭരണകൂടത്തിന്റെ പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തം തന്നെയാണ്. എന്നാൽ ഇതിന്റെ മറുപുറം നമ്മൾ തിരിച്ചറിയണം. വിദ്യാർത്ഥികളുടെ ന്യായമായ രോഷത്തെയും നിരാശയെയും മുതലെടുത്ത് രാജ്യത്ത് വലിയ അരാജകത്വം വിതയ്ക്കാനും ഡൽഹിയെയും മറ്റ് നഗരങ്ങളെയും സ്തംഭിപ്പിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന്റെ വേഗത കുറയ്ക്കാനും കാത്തിരിക്കുന്ന അന്താരാഷ്ട്ര ഗൂഢാലോചന സംഘങ്ങളെ നമ്മൾ കാണാതെ പോകരുത്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ അറബ് വസന്തം മുതൽ തൊട്ടടുത്ത ബംഗ്ലാദേശിലും ശ്രീലങ്കയിലും നേപ്പാളിലും നമ്മൾ കണ്ട ജനകീയ പ്രക്ഷോഭങ്ങൾ വരെ ഇവയെല്ലാം തുടക്കത്തിൽ സുന്ദരമായ മുദ്രാവാക്യങ്ങളോട് ആരംഭിച്ചതാണ്. എന്നാൽ ഒടുവിൽ ആ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥ തകരുകയും ജനാധിപത്യം അട്ടിമറിക്കപ്പെടുകയുമാണ് ഉണ്ടായത്. ഡിജിറ്റൽ യുഗത്തിലെ ഓൾഗുരിതം പ്രൊപ്പഗണ്ടകൾക്ക് ഇരയാകാതെ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന വൈകാരികമായ പ്രചാരണങ്ങളുടെ പിന്നിലെ കപട തന്ത്രങ്ങൾ തിരിച്ചറിയാൻ നമ്മുടെ യുവതലമുറ തീർച്ചയായും തയ്യാറായേ തീരൂ. ഈ കാണുന്ന റീൽസ് ഒന്നുമല്ല ലോകം, അതിനു ചുറ്റും ഒരുപാട് വിശാലതയുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ മനുഷ്യ വിഭവശേഷിയാണ്. ആ മനുഷ്യ വിഭവശേഷിയെ ആഭ്യന്തര അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ അനുവദിച്ചാൽ തകരുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവി തന്നെയാണ്. ഭരണകൂടത്തിന് ആത്മപരിശോധനയ്ക്കുള്ള സമയമാണിത്. സമരക്കാരുടെ ആവശ്യങ്ങളിൽ ന്യായമുള്ള കാര്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കുകയും അതേസമയം തന്നെ ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വിദേശ നിക്ഷേപങ്ങളെയും ടൂൾ കിറ്റ് മാഫിയകളെയും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം. മാതൃരാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പുരോഗതിക്കും ഐക്യത്തിനുമൊപ്പം പാറ പോലെ ഉറച്ചു നിൽക്കുക എന്നതാണ് ഏതൊരു ഭാരതീയന്റെയും പ്രഥമ കടമ. ഈ വിഷയത്തിൽ നിങ്ങളുടെ വ്യക്തമായ അഭിപ്രായം എന്താണ്? വിദ്യാർത്ഥികളുടെ ന്യായമായ ആവശ്യങ്ങൾ അടിയന്തരമായി പരിഹരിക്കാനും ഇതിന്റെ മറവിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന വിദേശ ശക്തികളെ തിരിച്ചറിയാനും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ചെറുത്ത് തോൽപ്പിക്കാനും കേന്ദ്ര സർക്കാർ ഇനി കടുത്ത നടപടികൾ എടുത്തേ തീരൂ. ഇതിൽ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.